ഇപ്പോൾ സമയം 1:45 കേട്ടോ, 1:49. അപ്പം ഞാൻ ഇതാ മോയ്സ്ചറൈസറും ലിപ് ബാമൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. പിന്നെ ബാത്റൂമിലാണ് കേട്ടോ. അപ്പം ഞാനിന്ന് എൻ്റെ ഉമ്മി സൈഡ് വീട്ടുകാരായിട്ട് ഞാൻ മൂന്നാർ ട്രിപ്പ് പോകണം. അപ്പം അതാണ് ഇന്നത്തെ കണ്ടന്റ്. സോ രാവിലെ 1 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പല്ല് തേച്ചു, മുഖം കഴുകി, നമസ്കരിച്ചു, 2 റക്അത്ത് ഉണ്ട്, നമസ്കരിച്ചു. എന്നിട്ടിപ്പോൾ ഞാൻ ഇതൊക്കെ ഇടാൻ പോണേ കേട്ടോ. അപ്പം സൺസ്ക്രീൻ ഒന്നും ഇടാനില്ല, ജസ്റ്റ് മോയ്സ്ചറൈസറും വണ്ടി കയറിയിട്ട് ഉറങ്ങാനല്ലേ. മോയ്സ്ചറൈസർ ലിപ് ബാം മാത്രമേ ഇടാനുള്ളൂ. ഇവിടെ നിന്ന് ഉമ്മയും നാത്തൂരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവരൊക്കെ അവിടെ അപ്പുറത്ത് റെഡി ആവുന്നുണ്ട്. ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ട് അവരെ പോയി നോക്കണം. ഓക്കെ, സോ വെൽക്കം ടു മൈ മൂന്നാർ വ്ലോഗ്. ഒരു 2-2:30 മണിയായപ്പോഴത്തേക്കും എല്ലാവരും ട്രാവലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരുടെ ഉറക്കം പകുതി പോയത് കാരണം അവർക്കിങ്ങനെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതി വീണുകൊണ്ടിരിക്കണായിരുന്നു. നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് നമുക്കറിയില്ല. നമ്മളെവിടെ എത്തിയിടിയെത്തുന്നു? നമ്മളിപ്പോൾ എവിടെ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. ആക്ച്വലി സ്ഥലം കണ്ടിട്ട് എവിടെയൊന്നും മനസ്സിലാവണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പ് നിർത്തിയതാണെന്ന് മാത്രം അറിയാം. മൂത്രമൊഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മളല്ല കേട്ടോ. അവർ വെട്ടവെച്ചിങ്ങനെ വന്നേ ഉള്ളൂ കേട്ടോ. അപ്പത്തേക്കും കോടയൊക്കെ ഇറങ്ങിയതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മ അത്ര ചൂട് സമയത്തൊന്നല്ല പോയത്, മഴ ഉള്ളപ്പോൾ തന്നെയാണ് പോയത്. കാരണം വലിയ ചേഞ്ചസ് മനസ്സിലാവുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കോടയൊക്കെ കാണാൻ, ഇത്രയും കാണാൻ പറ്റാന്നൊക്കെ പറയണത് നല്ലൊരു വ്യൂ ആയിരുന്നു. നമ്മൊരു കുട്ടി വ്യൂ കണ്ടപ്പോഴത്തേക്ക് നമ്മ ഇറങ്ങിയാണ്. നല്ല രസം കിട്ടാ, നല്ല തണുപ്പ്. ബാക്കി കണ്ട കണ്ട വൺ കുട്ടി. നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വട്ടവടയിലേക്കാണ്. മൂന്നാർ എത്തിയിട്ടും കൂടി ഇല്ല. അപ്പോഴേക്കും ഒരു വ്യൂ കണ്ടപ്പോഴത്തേക്കും എന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാന്ന് കരുതി ഇറങ്ങണം കേട്ടോ. പിന്നെ അത്രയും നേരം ഇരുന്നതല്ലേ, അപ്പൊ ഒന്ന് സ്ട്രെച്ചും കൂടി ആവുമല്ലോ. എന്താ കാര്യമൊന്നും അറിയില്ല, പക്ഷെ നമ്മ ഇത്രയും തണുപ്പൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ഇതെൻ്റെ ഉമ്മയാണ്. ഉമ്മി സൈഡ് ഫാമിലി ആയിട്ടാണ് നമ്മൾ ട്രിപ്പ് വന്നിട്ടുള്ളത്. പിന്നെ ഇക്കാകാൻ്റെ സിസ്റ്ററും ഉമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ നല്ല മോഡേൺ ഫാമിലി ആയതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ ക്യാമറ ഷൈയൊന്നുമില്ല. മഴ പെയ്ത് പ്ലസ് നല്ല തണുപ്പ്. നമ്മളിപ്പോ ഊട്ടിലാണ് വന്നിരിക്കുന്ന ഫീലാണ്. കോടിണ കണ്ണ മഴ പ്ലസ് ആ തണുപ്പും കൂടെ ആയപ്പോഴത്തേക്കും ലുക്ക് അറ്റ് ദാറ്റ്. വണ്ടിയിൽ പാട്ട് വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് കൊണ്ടും ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് സ്നാക്കൊക്കെ എടുക്കുമല്ലോ, അപ്പം അതൊക്കെ കഴിച്ചിരിക്കാനാണ്. നമ്മളിപ്പോഴും എവിടെ എത്തിയിട്ടില്ല, ഇനിയും കുറച്ച് ദൂരം കൂടി ഉണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് വട്ടവടയാണ് കേട്ടോ. വട്ടവടയിലാണ് നമ്മുടെ റിസോർട്ട് വന്നത്. പക്ഷെ നമ്മൾ എവിടെയും എത്തിയിട്ടില്ല. പക്ഷേ ക്ലൈമറ്റ് ആൻഡ് ദ വ്യൂ ഇസ് ജസ്റ്റ് അടിപൊളി. അപ്പൊ നമ്മളിവിടെ നിർത്തിയേക്കണം എന്നറിയാം. ഇവിടെ നിർത്തിയിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് നമ്മ വീട്ടിലേക്ക് കൊണ്ടുവന്നു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഓക്കെ, ഇപ്പൊ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് നമുക്ക് നല്ല സ്പോട്ട് കിട്ടിയ. മഴയുണ്ട് കേട്ടോ, സ്റ്റിൽ മഴയുണ്ട്. വ്യൂ എത്ര കാഴ്ച മതിയാവണം, അത്ര അടിപൊളിയാണ് വ്യൂ. നമ്മുടെ ഫസ്റ്റ് ഡേയിലേക്കുള്ള ഫുഡ് നമ്മ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടാ. അപ്പൊ രാവിലത്തെ ഫുഡ് വന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് 4 ബ്രെഡും
ഉരുളക്കിഴങ്ങ് കറി പോലത്തെ ബീഫ് കറി. ഉരുളക്കിഴങ്ങ് ചോദിച്ചു മേടിച്ചു. ഇങ്ങനെ ഒരു പൂക്കി സ്റ്റൈലിൽ ഞാൻ വേറൊരു വ്യൂ കാണാൻ പോണാണ്. ഇതെന്താണിത്? എനിക്കിഷ്ടമാണിത്. തേയിലത്തോട്ടം കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ പോകണുണ്ടാ. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടൊന്നും എനിക്കിങ്ങനെ തേയിലത്തോട്ടത്തിൽ കയറി ഇറങ്ങി ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക്. നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇതിലാണ്. വാ വാ വാ. എടാ നോക്കി അല്ലേ. ക്യാമറമാനെ കിട്ടില്ലെന്നാണ്. നമ്മ ബൊട്ടാനിക്കൽ ഗാർഡന്റെ ഓപ്പോസിറ്റ് നിന്നിട്ടാണ് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. പക്ഷേ ഓപ്പൺ അല്ല. മഴ ആയതുകൊണ്ട് വണ്ടിയിൽ നിന്ന് കുറേ പേരൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്ങനെയുണ്ട് കാക്ക മൂന്നാർ? ശരിയാ, നല്ല തണുപ്പുണ്ട്. മൂന്നാർ വിസിറ്റ് അവരെ ബെസ്റ്റ് ടൈമാണ് ഞാൻ പറയുള്ളൂ. കാരണം അത്ര അടിപൊളിയായിട്ടുണ്ട്. ആ മഴയും ആ തണുപ്പും ആ കൂടെയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. എന്ത് രസമാണല്ലേ. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ നല്ല ഫാമിലി പിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. തന്നെ ഞാൻ അത് കിട്ടുന്നതായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ. ഡു ഫോളോ മൈ ഇൻസ്റ്റഗ്രാം ഒക്കെ. ഹേയ്, ഒരു ക്വിക്ക് ഔട്ട്ഫിറ്റ് ചേഞ്ച് ആൻഡ് വി ആർ ഹെഡിങ് ടു ടോപ്പ് സ്റ്റേഷൻ. എല്ലാവരും ദേ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. സോ നമ്മളെ വെയിറ്റ് ചെയ്തപ്പോൾ രണ്ടുപേര് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് കാണാം. ആ വന്നിട്ടുണ്ടായല്ലോ, നല്ല വ്യൂ ആണെന്നൊക്കെയാണ് പറയണ. നമുക്ക് നോക്കാം. നമ്മ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങും, കാലിങ്ങനെ എടുത്ത് കുത്തും, അപ്പ മഴ പെയ്യും. ഇപ്പൊ വെയിലാണ് കേട്ടാ. ഇനി കണ്ട, എന്നാലും ചെറിയ മഴയായിട്ടുണ്ട്. അപ്പൊ നമ്മ ഇത്രയും പേരെ ഇവിടെ കാണുള്ളൂ. കുറച്ച് പേരോട് നമുക്ക് കാണാം. തപ്പം അപ്പം നമുക്കിനി അവിടെ പോയിട്ട് കാണാം. അതിന് മുമ്പ് അവളെ കൂടെ ഉണ്ടായവര് മിസ്സായി. അതാണ് വലിയ കോമഡി. ഇക്കാ വന്നില്ല, ഫയർ നല്ല ഉറക്കാണ്. സോ ഇക്കാക അവളെ നോക്കി അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. സോ ടോപ്പ് സ്റ്റേഷനിൽ ഇപ്പൊ എന്താ കാണാനുള്ളത്? നമുക്കൊരു കൊല ക്യാരറ്റ് കിട്ടി. ആ കൊലയിൽ നമ്മൾ ഒരു ക്യാരറ്റ് ഫ്രീസിങ്. എന്തുകൊണ്ടു തോന്നുന്നു ഭയങ്കര കാറ്റ്. അവിടുത്തെ വ്യൂ കാണിച്ചു തരാം. സാധാരണ ക്യാരറ്റ് പോലെ തന്നെ ഉണ്ടല്ലോ. ടോപ്പ് സ്റ്റേഷനിൽ കയറാനായിട്ടാണ് നമ്മ ഈ ഭാവമൊക്കെ ഇട്ട് നിൽക്കണം. പക്ഷെ എന്താ നമുക്ക് കയറാത്തത്? പറയൂ, താങ്കൾക്ക് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? ടോപ്പ് സ്റ്റേഷനിൽ കയറാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോയാൽ നമ്മളെ വീട്ടുകാരും ചേട്ടത്തരം കാണിച്ചു പോയി. പാർപ്പിട്ട് പറയണ പോലുണ്ടല്ലോ. നമ്മൾ കുളിക്കുന്ന വീഡിയോ ഒക്കെ വരുന്നതാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാരെയും ഇടും. ഈ മഴയത്തൊക്കെ ഇങ്ങനെ നടക്കാം. ഫാമിലി, നല്ല മഴയുണ്ട്. മഴ, ഫാമിലി ആൻഡ് ചുമ, കൊര, പനി, നല്ല വൈബാണ്.
പ്രത്യേക ക്യാരറ്റിന് ഭയങ്കര വിലയാണെന്ന് പറയണ കേട്ടു. 10 രൂപ ഉള്ളൂ. നമ്മ ഇനി എപ്പത്താൻ നടന്നാണ് കുറച്ച് ബാഗുകൾ കൊറേ ദൂരമുണ്ടെന്ന് തോന്നുന്നു. നെൽവാഴ ഇതൊക്കെ നമ്മ പോകുന്ന റൂട്ടിലെ വ്യൂ ആണ്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നില്ലേ അത്ഭുതം. ബിക്കോസ് അവർക്ക് എന്നും നല്ല വൈബ് ആസ്വദിച്ചിരിക്കാം. വേണ്ടടാ, എനിക്ക് ഇവിടെ നിന്ന് രസം തോന്നുള്ളൂ. ടോപ്പ് സ്റ്റേഷനിലേക്ക് നമ്മൾ കയറുകയാണ്. അടുത്തെത്തി നമുക്ക് തോന്നും. ടേസ്റ്റ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. 1 മണിക്കൂറായി നമ്മൾ നടക്കുന്നു. ഇതുവരെ ടോപ്പ് കാണാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി കാണാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീ എന്താ വിശ്വസിക്കുന്നത്? കാണാൻ പറ്റും. എങ്ങനെ ഉണ്ടാവും? നമ്മ ഈ നടക്കണേന് പോർത്തായിരിക്കും. നീ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. പക്ഷെ ഞാൻ വന്നിട്ടുണ്ട്. ഇറ്റ്സ് മൈ സെക്കൻഡ് ടൈം. പോയിട്ടുണ്ടോ? എല്ലാവർക്കും കൂടി ഒരു ചോളം. നമ്മ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ആക്കിയേക്കണം. ഒരു ചോളം ഓവറാക്കണ്ട. തേച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ പുകയൊക്കെ വരുന്നുണ്ട്. 15 per piece ആണ്. ഇവിടെ കുറെ കുരങ്ങന്മാരുണ്ട്. കണ്ടാവും. ഇതല്ലാണ്ട് വേറെ കുരങ്ങന്മാരുണ്ട്. വഴിയെ നമുക്ക് കാണിച്ചു തരാം. കുതിരനെ കാണിച്ചിരുന്നേ. കുതിരനെ കാണിച്ചു തരാം കേട്ടോ. കുതിരന്റെ മൂട്ടാണ് നമ്മ കണ്ടത്. കുതിരന്റെ മൂട്ടിലാണ് നമ്മൾ പോയത്. ഒരു ചവിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിനായിട്ടൊരു സെൽഫി എടുക്കാം. ഒരു ലൈവ് കിട്ടും വേണമെങ്കിൽ പിടിച്ചോ. ഒരു ലൈവ് ഇപ്പൊ തന്നെ വീണാനായിരുന്നു. അത് പോയി തിരിച്ചു കഴിച്ചു. ഇതിൽ കൂടി അതിൽ കൂടി പോകാൻ പോയതാണ്. വന്ന വഴി മറക്കരുത് പറയാറുണ്ട്. കുറച്ച് ദിവസം മൈൻഡാക്കണ്ടായിരുന്നു. We are heading to again top station. കടകളൊക്കെ ഉണ്ട് ഗൈസ് ഇങ്ങനെ ഇവിടെ. ഫയർ ഉറക്കത്തിന് എനിക്ക് വന്നിട്ടുണ്ട്. That's so great. ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ട് 2 ഡ്രീം ക്യാച്ചർ വാങ്ങിയതല്ലാണ്ട് എനിക്ക് അവിടെ അത്ര വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. വ്യൂ ഒക്കെ നല്ലതാണ്. പക്ഷെ ടോപ്പ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യമുണ്ടോ? അവിടെ നിന്ന് വ്യൂ പോയിന്റും കണ്ട് അവിടെ കണ്ട കടയിൽ ഡ്രീം ക്യാച്ചറൊക്കെ വാങ്ങി വി ആർ ഗോയിങ് ടു അവർ റിസോർട്ട്. നമുക്ക് ഇനി റിസോർട്ടിൽ നിന്ന് കാണാം. നല്ല മഴയുണ്ട്. നിങ്ങളെന്താ പറയുന്നത്? തിരിഞ്ഞോക്ക്. നിങ്ങളെന്താ പറയുന്നത്? നല്ല മഴയുണ്ട് കേട്ടോ. കുറേ നടന്നു. ഇനി വയ്യ. റിസോർട്ടിൽ പോയിട്ട് നമുക്കൊന്ന് പൂളി ചാടണം. പിന്നെ അത് മാത്രമുള്ള നമ്മുടെ ലക്ഷ്യം. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വട്ടവട ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ട് കേട്ടോ. വട്ടവടയിൽ കയറി കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണിത്. നല്ല രസമുള്ള കുറേ നല്ല വ്യൂ അവിടെ ഉണ്ടായിരുന്നു. പോസ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ ഇറങ്ങാനൊന്നും പാടില്ല. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ. ഈ റൂമാണ് ഇപ്പം നമ്മുടത്തേക്കുന്ന. ഇവിടെ ഇങ്ങനെ ഒരു ബെഡ് വരുന്നുണ്ട്. ഹിയർ കംസ് എ ബാത്റൂം ആൻഡ് ഒരു TV ഏരിയ ആൻഡ് ഇവിടെയാണ് ബാൽക്കണി. ബാൽക്കണിയുടെ വ്യൂ വന്നിട്ട് ഇങ്ങനെയാണ്. ഇടയ്ക്കൊരു മയിലിൻ്റെ ഒച്ചയൊക്കെ കണ്ടിട്ടാ കേട്ടാ. മയിലിൻ്റെ ഒച്ചയൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, 2 ചെയർസ് ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെയാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്.
നൈസല്ലേ, ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, റിസോർട്ടിലെത്തിയിട്ട് നമ്മൾ ജീപ്പിൽ വട്ടവട ഉൾഗ്രാമത്തിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ. സോ ഞാൻ ആദ്യം തന്നെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കണമായിരുന്നിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇരിക്കുന്നത് എന്തോ പോലെയാണ്. പിറ്റേ ദിവസം എന്തെങ്കിലും തപ്പാറുമ്പോഴത്തേക്കും എല്ലാം വലിച്ചിടേണ്ടി വരും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് നമ്മൾ ഓരോന്ന് സെറ്റാക്കി വെക്കണമല്ലേ. അപ്പോൾ അതങ്ങനെ എല്ലാം സെറ്റാക്കി നമ്മൾ നേരെ ഇറങ്ങുകയാണ്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുണ്ട് കേട്ടോ. ആക്ച്വലി ഫുഡ് കഴിക്കണം, എന്നിട്ട് നമ്മൾ ഇറങ്ങും. ബ്രേക്ക്ഫാസ്റ്റത്തെ പോലെ തന്നെ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാമ്പാർ, ചോറ്, അച്ചിങ്ങ, സം കൈൻഡ് ഓഫ് തന്നെ. അപ്പോൾ നമുക്കിവിടെ ഡൈനിങ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് നമ്മുടെ പ്ലാൻ. സോ ഡൈനിങ്ങിൻ്റെ അടുത്ത് വീണ്ടും ഫുഡ് തുറന്ന് കാണിച്ചത്. ചോറ്, പൂ പോലത്തെ ചോറ്. ആൻഡ് സപ്ലയർ വന്നിട്ടുണ്ട്. സപ്ലയർ അഫ്സൽ വേണ്ട തുറക്കേണ്ടതാണ്. ഇതെന്താണ്? ഇത് ബീഫ് കറി. ഓക്കെ, ഇത് ബീഫ് കറി രാവിലത്തെ. സാമ്പാർ, ചോറുന്നു. അത് അച്ചിങ്ങൊഴുത്ത്. നമ്മളൊരു കില്ലാടികൾ തന്നെ. ടൂർ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇനി എന്തൊക്കെയാ ചെയ്യാനുള്ള? ഒന്നുമില്ലേ? പൂളിലിറങ്ങണ്ടേ? പൂളിലിറങ്ങണ്ടേ? ചോറുന്നണോ അല്ലേ? ട്രക്കിങ്ങിന് പോകാൻ പോണേ കേട്ടാ. ട്രക്കിൽ നമ്മൾ ഫുഡ് കഴിച്ചതിന് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് നോർമൽ ഡ്രസ്സ് ഇടാൻ പറഞ്ഞു. അപ്പം ഇതെന്തായാലും കഴുകാനുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഇതന്നെ ഇട്ടിട്ട് പോവാന്ന്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം വെള്ളത്തിലിറങ്ങണ്ടേ. അപ്പം ഞാൻ പാൻസ് മാറ്റി, ഷാള് മാറ്റി. ഇതെന്തായാലും കഴുകാനുള്ള കാരണം ഇതങ്ങനെ എടുത്തു. നമ്മൾ ഇറങ്ങാൻ പോണേണ്. ഓക്കെ, വായിക്കാക്കാം. ഇല്ല, 100 ഉള്ളൂ. ഓക്കേ, വട്ടവട നമ്മ ഉള്ളിലേക്ക് കയറിയിട്ടും കുറേ ഹൈറ്റും കുറേ സ്ലോപ്പും പിന്നെ ഓഫ് റോഡ് പോലെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്നിട്ടും ട്രാവലർ ഇവിടെ വരെ എത്തിയിട്ടാണ്. റിസോർട്ടിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് വട്ടവട ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ജീപ്പ് വേണം. അപ്പം നമ്മൾ ആ ജീപ്പ് ഓൾറെഡി ബുക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ജീപ്പിലായിരിക്കും നമ്മൾ എല്ലാവരും കൂടി പോവാം. എന്നിട്ട് അപ്പം അവിടെ വെള്ളച്ചാട്ടം ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കണം. അപ്പം അവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ ഇറങ്ങും. തിരിച്ചു വന്നിട്ട് നമ്മൾ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അപ്പം എല്ലാവരും അതനുസരിച്ച് എല്ലാവരും ഓരോരുത്തരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതാനും നിമിഷത്തിൽ നമ്മൾ പോകും. മല കുതിരയാണ് പശു കറുപ്പല്ലേ ചാരക്കളറ്. അത് മലയെങ്ങാനോ? മലയൊന്നുമല്ല. നമ്മൾ പശുവിനെ കണ്ട് മടങ്ങുകയാണ്. നമ്മൾ റിസോർട്ട് കണ്ടോ? ഇത് പുറം ഞാൻ കാണിച്ചു കൊടുക്കില്ല. കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? ഇല്ല. ഇതാണ് നമ്മുടെ റിസോർട്ട്. അതാണ് നമ്മുടെ ജീപ്പ് വന്നിക്കണത്. നമ്മൾ ഏതിന്? ഞാൻ ഇതിൽ കയറാം. അതിൽ കയറാം. അയ്യോ, നമുക്ക് ഇത്രയും പേര് കൂടി 2 ജീപ്പാണ് ഉള്ളത്. അപ്പം ഹാഫ് ആയിട്ട് കയറി.
അവിടുത്തെ റോഡുകളോ നന്നാക്കൂല എന്നാണ് അവർ പറയണത്. റോഡ് നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ റോളില്ല അവിടെ. ഞാൻ സൈഡിലിരുന്നുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയെന്ന് വെച്ചാൽ അവർ കുഴിയൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും അതിലേക്ക് മനഃപൂർവ്വം കൊണ്ടുപോയി നമ്മൾ ആ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇതാക്കി തരുന്നുണ്ടായിരുന്നു. കാക്ക പിന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങേരായിട്ട് ഭയങ്കര കമ്പനി. പോകുമ്പോൾ തന്നെ നല്ല വ്യൂ ഒക്കെ കാണാനുണ്ടായിട്ട് പിന്നെ അവിടെ ഒരു മെയിൻ വ്യൂവും നമ്മളെ കൊണ്ടിറക്കി കാണിച്ചു. പിന്നെ സ്ട്രോബെറി ഫാമിൽക്കും ഹണി മ്യൂസിയത്തിലേക്കൊക്കെ അവര് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ 2 മുതൽ വയസ്സുള്ള പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ ഓക്കെ ആയിരുന്നു. ജീപ്പിലെ യാത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നാത്തൂൻ്റെ ഇളയ മോള് വന്നിട്ട് നല്ല ബഹളമായിരുന്നു. അവൾക്ക് ആ മലയും കുന്നും കൊക്കയൊക്കെ കണ്ടിട്ട് അവൾക്ക് പേടിയാവണമായിരുന്നു. ജീപ്പ് ഓടിക്കുന്ന ചേട്ടൻ അഭിമന്യുവിൻ്റെ വീടൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾ നല്ല കരച്ചിലായതാണ്. പിന്നെ കുറച്ചു നേരം പാട്ടൊക്കെ ഇട്ടായി നമ്മുടെ യാത്ര. ഫയർ ആ സമയം കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സൂപ്പർ വ്യൂ കണ്ടപ്പോ നമ്മ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മ എക്സ്ട്രാ ഓർഡിനറി കണ്ട നമ്മ അത്ര വലിയ വാവ് കൊടുക്കണം. എന്താണ് ഉമ്മച്ചിന്റെ അഭിപ്രായം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓഫ് റോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ കണ്ണൊക്കെ തുറച്ചിട്ട് പറ, ഓഫ് റോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ണൊക്കെ തുടക്കും. മരിക്കും പറഞ്ഞ പോലെ. ഇവര് വേറെ ജീപ്പിലാണ്ടാ പോയത്. ഇവര് പറഞ്ഞ അവര് പോയ ട്രാക്കിംഗ് ആയിരുന്നു അടിപൊളി. നമ്മ പോയി നമ്മ വേറെ റോഡാ പോയത്. ഇവര് വേറെ റോഡാ പോയത്. ഇവര് പേടിച്ച് കരുന്നൊക്കെ പറഞ്ഞ അതമ്മ പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഓഫ് റോഡ്? നമ്മുടെ നല്ല അത്യാവശ്യം നല്ല സൂപ്പറായിരുന്നു. അതിനേലും ഹെവിയായിരുന്നു നിങ്ങളുടേന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇവിടെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫോട്ടോഷൂട്ടാണ് കേട്ടാ ഓരോരുത്തരും. എന്താ വെച്ചാല് ഏത് നല്ല വ്യൂ പോയിന്റ് കിട്ടിയാലും നമുക്ക് അപ്പൊ 2 ഫോട്ടോ എടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം. ഇപ്പൊ ഭയങ്കര ടെററാണെന്ന് പറഞ്ഞ ജീപ്പി കയറി ഫയറിനെ ഒഴിവാക്കാൻ നോക്കിട്ട് പറ്റിയില്ല ഗൈസ്. അവരുടെ ജീപ്പ് അത്യാവശ്യം നല്ല പ്രശ്നമായിരുന്നു. ഭയങ്കര സ്പീഡും ഉള്ള കുഴിയിലൊക്കെ കൊണ്ടുപോയിട്ട് കുത്തിത്തിരിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതിൽ കയറിയിട്ടാണ് ഞാനിവിടെ സ്ട്രോബെറി ഫാമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സ്ട്രോബെറി തോട്ടത്തിൽ ഇവരെ കണ്ടിട്ടില്ല. സ്ട്രോബെറി തന്നെ വയ്യ കണ്ടിട്ടില്ല തോന്നുന്നു. സ്ട്രോബെറി തോട്ടത്തിനാണ് കാണാൻ പോകുന്നത്. എല്ലാരും നമുക്ക് ഫ്രഷ് ആയിട്ട് ഞാൻ സ്ട്രോബെറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സമയത്ത് എന്നെ ഫർസു ഒരാളിനെ ധൃതിക്ക് വിളിച്ചെന്താണെന്നറിയോ? അവൻ സ്ട്രോബെറി കണ്ടിട്ടുണ്ട് പറയാം. വേറെ കുഴപ്പമില്ലട്ടാ. തെന്നിപ്പോ അതെ മൂത്തമാക്ക്
തോട്ടത്തിൽ നിന്ന് ഇറങ്ങി കേട്ടാ. തോട്ടം കഴിഞ്ഞു ഇത്രേ ഉള്ളൂ. അവിടെ നിന്ന് വാങ്ങിയെന്ന് തോന്നുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിലുള്ള ചിലരൊക്കെ വാങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രോബെറി നമ്മൾ വിചാരിച്ചപ്പോൾ ലൈവായിട്ട് അവിടെ നിന്ന് പൊട്ടിച്ച് കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടാ. ആ ഒരു പീസ് തന്നെ നമുക്ക് കിട്ടിയത് അവരുടെ അടുത്ത് കുറേ ചോദിച്ചിട്ടാണ്. നമ്മ ഇനി ഇവിടെ നിന്ന് പോണത് ഹണി മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ഉറപ്പിക്കുന്നില്ല, നമ്മ അതും കഴിഞ്ഞ് പോയത് റിസോർട്ടിലേക്കാണ്.